സാധാരണക്കാരന്റെ നടുവൊടിച്ച മിൽമ പാലിന് വില കൂട്ടിയിരിക്കുകയാണ്. ലിറ്ററിന് 4 രൂപയാണ് കൂട്ടിയത്. ജൂൺ 1 മുതൽ പുതിയ വില പ്രാബല്യത്തിൽ വരും. ഗ്യാസിനും പെട്രോളിനുമൊപ്പം പാലിന്റെ വില കൂടി വർദ്ധിപ്പിച്ചത് വലിയ തിരിച്ചടിയാണ് ജനങ്ങൾക്ക്. അതേസമയം വേനൽ കടുത്തതോടെ കന്നുകാലി പരിപാലനം പ്രതിസന്ധിയിലായ ക്ഷീരകർഷകർക്ക് ഈ വില വർധന ആശ്വാസമാകും. 4 വർഷങ്ങൾക്കിപ്പുറം 4 മാസത്തോളം നീണ്ടുനിന്ന മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് മിൽമ പാലിന്റെ വില വർദ്ധിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. ഏറെ നാളത്തെ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷമാണ് സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചത്. 4 രൂപയാണ് ഇന്ന് മിൽമ ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. കർഷകരുടെ പ്രസ്ഥാനമായ മിൽമ ഞങ്ങൾ ഒരുമിച്ച് ഭരണസമിതി എടുക്കുമ്പോൾ കർഷകർക്ക് ഗുണകരമായും കൺസ്യൂമേഴ്സിന് സഹായകമായും അവരെ വിശ്വാസത്തിലെടുത്തും മുന്നോട്ട് പോകാൻ പറ്റാവുന്ന തീരുമാനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 54 രൂപയാകും. 50 രൂപയുള്ളത് അതിൻ്റെ ഹോമജനൈസ്ഡ് മിൽക്ക് ഉണ്ട്, അത് 52 രൂപയാണ്, അത് 56 രൂപയാകും. ജൂൺ 1 മുതൽ വില വർധനവ് പ്രാബല്യത്തിൽ വരും. ഇതോടെ മിൽമ പാലിന്റെ വില ലിറ്ററിന് 56 രൂപയാകും. കഴിഞ്ഞ ഏപ്രിലിൽ ചേർന്ന യോഗത്തിൽ വില വർദ്ധിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് കാരണം നീട്ടിവെക്കുകയായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെതാണ് തീരുമാനമെങ്കിലും പുതിയ സർക്കാരും വില വർധനവിന് സമ്മതം മൂളി. ധൈര്യമായി മുന്നോട്ടു പോകാനായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശം. നേരത്തെ തന്നെ പാൽ വില കൂട്ടാൻ പഴയ സർക്കാരുമായിട്ട് ഒരു ധാരണയിലെത്തുകയും അത് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞതിന് ശേഷം പാൽവില വർധനവ് തീരുമാനിക്കാം എന്ന് പിരിയുകയാണ് ചെയ്തത്. അപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ട് നമ്മൾ അദ്ദേഹത്തെ രാവിലെ കാണുകയും പാൽവില വർധനവ് നടപ്പിലാക്കുന്നതിന് ഒരു പ്രയാസമില്ല, നിങ്ങളത് തീരുമാനം എടുത്തോളൂ എന്ന് പറയുകയും ചെയ്തതുകൊണ്ട് പഴയ തീരുമാനമാണെങ്കിലും പുതിയ മുഖ്യമന്ത്രിയുടെ തന്നെ അനുവാദം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ധാരണ തന്നിട്ടുണ്ട്. ക്ഷീരകർഷകരുടെ ദുരിതം മനസ്സിലാക്കിയാണ് വില വർധനവ്. കടുത്ത വരൾച്ചയും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാലിന്റെ വില ഗണ്യമായി വർദ്ധിച്ചതും വില വർധനവിന് കാരണമായി. എന്നാൽ മിൽമയുടെ നടപടി ചായക്കച്ചവടക്കാരുടെ അടക്കം വയറ്റത്തടിക്കുന്ന നിലപാടെന്നാണ് പൊതുജനങ്ങളുടെ പ്രതികരണം. പാലിന്റെ വില വർദ്ധിപ്പിക്കുകയാണ്. അന്നോറും ഇങ്ങനെ ഗ്യാസ് കൂട്ടിയതിൻ്റെ ഇടയ്ക്ക് കൂടി ഈ കാലം കൂടി കൂട്ടുമ്പം ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ്. അവർ നേരത്തെ തീരുമാനിച്ച് പാലിൻ്റെ വില വർദ്ധിപ്പിക്കും. നമ്മളെപ്പോലുള്ളവർക്ക് വില കൂട്ടിയല്ലേ പറ്റുള്ളൂ. ചായക്ക് 10 ഇപ്പം 12 ആക്കി. പാലിന് വില വർദ്ധിച്ചത് വലിയ നഷ്ടമാണ്. കാര്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ 2-3 ചായയൊക്കെ കുടിക്കും. പാലിന് വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ 2 പേർ പാല് വാങ്ങിച്ചുകൊണ്ട് പോകും. അതിനും പൈസയാവും, ചായ കുടിക്കുന്നതിനും പൈസയാവും. ബുദ്ധിമുട്ടാണ്. പുതുക്കിയ വർധനപ്രകാരമുള്ള തുകയിൽ 83.75% വിഹിതം ക്ഷീരകർഷകർക്ക് ലഭിക്കും. 6.25% വീതം സൊസൈറ്റികൾക്കും ഡീലർമാർക്കും നൽകും. 2.5% മിൽമയ്ക്കും 0.75% ക്ഷേമനിധിയിലേക്കും മാറ്റിവെക്കും. 0.5% പ്ലാസ്റ്റിക് നീക്കം ചെയ്യൽ പ്രക്രിയകൾക്ക് നൽകാനാണ് തീരുമാനം. പാലിന് വില കൂട്ടുന്നതോടെ മിൽമ പുറത്തിറക്കുന്ന പാലുൽപ്പന്നങ്ങൾക്കും ആനുപാതികമായി വില കൂടും. ഇക്കാര്യം പരിശോധിച്ചു വരികയാണെന്ന് മിൽമ ചെയർമാൻ അറിയിച്ചു. ഇത് വില വർധനവിൻ്റെ കാലമാണ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചു, ഒപ്പം പാചകവാതകത്തിൻ്റെയും. എന്തായാലും മിൽമ പാലിൻ്റെ വില വർദ്ധിപ്പിച്ചത് ക്ഷീരകർഷകരുടെ ക്ഷേമത്തിനാണെന്നുള്ള ഒരാശ്വാസം മാത്രമാണ് ബാക്കി. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.